നമസ്കാരം. ഞാൻ കെ കേളപ്പൻ. നിങ്ങൾ എന്നെ സ്നേഹത്തോടെയും ആദരവോടെയും വിളിക്കുന്നൊരു പേരുണ്ട്, കേരള ഗാന്ധി. എൻ്റെ ജീവിതം ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടിയുള്ള ഒരു യജ്ഞമായിരുന്നു. എൻ്റെ കഥ തുടങ്ങുന്നത് 1889 കോഴിക്കോട്ടെ മൂടാടി എന്ന ഗ്രാമത്തിൽ നിന്നാണ്. ആദ്യകാലം മുതൽ എൻ്റെ മനസ്സ് തുടിച്ചത് സമൂഹത്തിലെ അനീതികൾക്കെതിരെയായിരുന്നു. 1914 നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായും മലയാളിയുടെ ശബ്ദമായ മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരായും ഞാൻ പ്രവർത്തിച്ചു. കർമ്മമണ്ഡലം സമരവീഥികളായിരുന്നു. 1924 വൈക്കത്തെ വഴികളിൽ ഐത്തത്തിൻ്റെ വേലിക്കെട്ടുകൾ കണ്ടപ്പോൾ ആ സമരത്തിൻ്റെ മുന്നണി പോരാളികളിൽ ഒരാളായി ഞാനുമുണ്ടായിരുന്നു. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്തേക്ക് നടന്നപ്പോൾ 1930 ഏപ്രിൽ 13 കോഴിക്കോട്ട് നിന്ന് ഞാൻ പയ്യന്നൂരിലേക്ക് ആ ഐതിഹാസിക യാത്ര തുടങ്ങി. എന്നോടൊപ്പം 32 ധീര സത്യാഗ്രഹികൾ അണിനിരന്നു. അംസി നാരായണ പിള്ളയുടെ വരിക വരിക സഹചരെ എന്ന ആവേശഗാനം ഞങ്ങളുടെ സിരകളിൽ അഗ്നി പടർത്തി. 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ 23 ഞങ്ങൾ പയ്യന്നൂരിലെ ഉളിയത്തുകടവിൽ വെച്ച് ഉപ്പുകുറുക്കി ബ്രിട്ടീഷ് നിയമം ലംഘിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമരം ഗുരുവായൂരപ്പൻ്റെ നടയിലായിരുന്നു. 1931 ക്ഷേത്രവാതിലുകൾ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു നൽകാൻ വേണ്ടി ഞാൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. മരണം മുന്നിൽ കണ്ട 12 ദിവസങ്ങൾ. ഒടുവിൽ ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഉപവാസം അവസാനിപ്പിച്ചു. 1940-41 കാലഘട്ടത്തിൽ ഗാന്ധിജി വ്യക്തിസത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ അതിനായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ആദ്യത്തെയാളും ഞാൻ തന്നെ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി കണ്ട ആ നിർണായകമായ 1947 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി എൻ്റെ നാടിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടതും ഞാനായിരുന്നു. മലയാളം സംസാരിക്കുന്നവർക്കൊരു സ്വപ്നമെന്ന സ്വപ്നത്തിനായി നടന്ന ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായും ഞാൻ പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം എൻ്റെ വഴി മാറി. കോൺഗ്രസിൻ്റെ നയങ്ങളോട് വിയോജിപ്പുണ്ടായപ്പോൾ 1951 ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ആചാര്യ കൃപലാനിയുടെ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നു. 1952 ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ നിന്ന് ഞാൻ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അധികാര രാഷ്ട്രീയത്തെക്കാൾ രാഷ്ട്രനിർമ്മാണത്തിനാണ് ഞാൻ പ്രാധാന്യം നൽകിയത്. ഖാദിയും കുടിൽ വ്യവസായങ്ങളും കേരളത്തിൽ വേരുപിടിപ്പിക്കാൻ ഞാൻ അക്ഷീണം പ്രയത്നിച്ചു. ഗ്രാമീണ വിദ്യാഭ്യാസത്തിനായി ഞാൻ തവനൂരിൽ ഒരു റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. പിന്നീട് കക്ഷി രാഷ്ട്രീയം മടുത്ത് ഞാൻ ജയപ്രകാശ് നാരായണന്റെ സർവോദയ പ്രസ്ഥാനത്തിന്റെ വഴിയെ സഞ്ചരിച്ചു. ആചാര്യ വിനോബ ഭാവെ തുടക്കം കുറിച്ച ഭൂദാൻ പ്രസ്ഥാനത്തിന് കേരളത്തിലെ ശബ്ദമായി മാറിയതും ഞാനായിരുന്നു. 1971 ഒക്ടോബർ 7 ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. എൻ്റെ മരണശേഷം 1990 ഭാരത സർക്കാർ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി എന്നെ ആദരിച്ചു. എൻ്റെ ജീവിതം ഒരു സന്ദേശമായിരുന്നു. രാഷ്ട്രീയമെന്നത് അധികാര കസേരയല്ല, അത് ജനസേവനത്തിനുള്ള ഒരു യജ്ഞമാണ്. ഞാൻ വിടവാങ്ങിയിരിക്കാം, പക്ഷെ ഞാൻ ഉയർത്തിയ ആദർശങ്ങൾ ഇവിടെയുണ്ട്. അത് വരും തലമുറകൾക്ക് വഴികാട്ടിയാകട്ടെ.